Hi everyone, my name is Harsha and welcome back. നമുക്ക് ഇന്ന് പൊന്നോണം സീരീസിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചുരിദാർ മേക്കപ്പ് ലുക്കാണ്. കസവ് ചുരിദാറിന് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. കൂടെ ഒരു ഹെയർ സ്റ്റൈലിംഗ് കാണിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു ഇലുമിനേറ്റിംഗ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. പോൺസിൻ്റെ ഒരു ക്രീമാണ്, ഡേ ക്രീമാണിത്. ഇലുമിനേറ്റർ പ്ലസ് ഒരു ഹൈലൈറ്റർ എഫക്റ്റ് തരുന്ന നല്ലൊരു എന്താ പറയുക, പ്രൈമർ ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഞാനിടുന്നത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമുക്ക് ഇതിൽ കുറേ ചേഞ്ചസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് വരുത്താം. ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ BB ക്രീം, CC ക്രീം ഒക്കെ അപ്ലൈ ചെയ്യാം. ഈ ഒരു ലുക്ക് നമുക്ക് ശരിക്കും ആർക്ക് വേണമെങ്കിൽ ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും ഇടാം. അത്രയ്ക്ക് സിമ്പിളാണ്, നല്ല ഭംഗിയുമാണ്. ഇപ്പോൾ ഓണത്തിന് സാരി അല്ല ഉടുക്കുന്നതെന്നാണ്, ചുരിദാറിന് ഒക്കെ ആണെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ്. സിമ്പിളാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഹെയർ സ്റ്റൈലും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ, ഓണത്തിൻ്റെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇട്ട് പോകാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഫൗണ്ടേഷൻ ഞാൻ ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഐസിൽ കുറച്ച് ഡാർക്ക്നെസ് ഉള്ള ഏരിയയിലാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ലൈറ്റായിട്ടുള്ള കൺസീലറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ശരിക്കും ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ അണ്ടർ ഐസിലൊക്കെ നല്ല ക്രീസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കൺസീലർ ഒരുപാട് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കുറച്ച് ആണ് നല്ലത്. നെക്സ്റ്റ് നമ്മൾ കൺസീൽ ചെയ്ത ഭാഗങ്ങളിൽ മാത്രം ജസ്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. സെറ്റിംഗ് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ടൈപ്പ് ഒരു കോമ്പാക്റ്റ് ഒരു പൗഡറാണോ ഉള്ളത് അത് വെച്ചിട്ട് അണ്ടർ ഐസൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. പൗഡർ ബ്ലഷാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ ഒരു ലുക്ക് നമുക്ക് വേണമെങ്കിൽ ഡ്യൂയി ആക്കാം, അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് ഹൈലൈറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒരു മാറ്റ് ബ്ലഷാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് ഡ്യൂയി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ബ്ലഷ്, ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണല്ലോ, അത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡ്യൂയി മേക്കപ്പ് ലുക്ക് കിട്ടും. ഓക്കെ, അപ്പം ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഐബ്രോസ് ഫില്ലിങ് ചെയ്യാണ്. ആസ് യൂഷ്വൽ ഞാൻ എങ്ങനെയാണോ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഒരു മാലിയോൻ്റെ ഒരു ഐബ്രോ എൻഹാൻസർ കിറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരു ലൈറ്റ് ടെറക്കോട്ട ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ക്രീസ് ഒന്ന് ബിൽഡ് ചെയ്യാണ്. ഓക്കെ, ക്രീസ് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റ് കളർ, കുറച്ച് ലൈറ്റായിട്ട് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ഡാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫുൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ഡാർക്കർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ക്രീസ് ഒന്ന് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കുറച്ചും കൂടി ഇൻറ്റൻസ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. ആദ്യമേ ലൈറ്റ് കളർ എടുക്കുക, ദെൻ അതിൽ ഒരു ഷെയ്ഡ് ഡാർക്കർ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഐ ഷാഡോൻ്റെ പിഗ്മെൻറ്റേഷൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് കളർ ലിക്വിഡ് ഐലൈനർ ആണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് ലൈനറിനെക്കാട്ടിലും കുറച്ചൊന്ന് മാറ്റി പിടിച്ച് നമ്മൾ കുറച്ച് കളേർഡ് ആയിട്ടുള്ള ഗ്ലിറ്ററി ആയിട്ടുള്ള ഐലൈനേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ഗെയിം തന്നെ മാറ്റും. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഐസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയൊരു വിങ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഭയങ്കര ചെറിയൊരു വിങ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത പോലെ മസ്കാര, ഈ ഒരു ടെക്നീക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. മസ്കാര നമുക്ക് നന്നായിട്ട് നല്ല വോള്യൂമിനസ് ആയിട്ടുള്ള ലാഷസ് നമുക്ക് കിട്ടും. ഓക്കെ, മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്യാണ്. ഇതൊരു ജെൽ കാജലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ജെൽ കാജലാണ്. ഈ ഒരു ജെൽ കാജൽ ഞാൻ കുറച്ച് ഒരു നേരിയതായിട്ട് തിക്കാണ് ചെയ്യുന്നത്. ആൻഡ് അത് ഒന്ന്
സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് സ്മജ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിക്ക് ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും 2 ചീക്സിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടെക്നീക്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ക്രീം ബ്ലഷസൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൗഡർ ബ്ലഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു ക്രീം ബ്ലഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ റീസെൻറ്റ് മേക്കപ്പ് ലുക്സിലെല്ലാം ഞാൻ ഈ ഒരു ബ്ലഷാണ്, ഈ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ബ്രഷിലുള്ള ഹൈലൈറ്റർ നമ്മൾ നോസിലും ഫോർഹെഡിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ന്യൂഡ് ഓറഞ്ചിഷ് പീച്ചിഷ് കളറായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് നൈക്കയുടെ ഓൾ ഡേ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ സൂപ്പർ മോം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ലിപ്സ്റ്റിക് ഓപ്ഷൻ നിങ്ങൾക്ക് ടോട്ടലി ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റെഡ് ആണെങ്കിൽ റെഡ്, പിങ്ക്, ന്യൂഡ്, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് സൈഡിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് നോർമലി നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നല്ല ഈസി ആയിട്ടുള്ളൊരു ഭയങ്കര കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നി ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ എടുത്തേക്കുന്ന മുടി എല്ലാം നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് നല്ല സെക്യൂറായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, കുറച്ച് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കുക, ദെൻ അഗൈൻ ട്വിസ്റ്റ് ചെയ്യുക, കുറച്ച് ആഡ് ചെയ്യുക, ദെൻ അഗൈൻ ട്വിസ്റ്റ് ചെയ്യുക, ട്വിസ്റ്റ് ആൻഡ് ആൻഡ് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ശരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈലിൽ ചെയ്യുന്നത്. ആൻഡ് ബാക്കിലായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. കുറച്ച് മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു ബൗൺസി ബമ്പി ലുക്ക് കിട്ടും. ഫ്ലൈറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ 3 സ്ട്രാൻഡ് ബ്രെയ്ഡാണ് ചെയ്യുന്നത്. നോർമലി നമുക്ക് ഫിഷ് ടെയിൽ ചെയ്യാം, ഫ്രഞ്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ നോർമൽ ബ്രെയ്ഡാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നോർമൽ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ലാസ്റ്റിൽ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചെറിയ ഒരു മുല്ലപ്പൂവും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള നല്ല നാടൻ മലയാളി ലുക്ക് വരുന്നില്ലേ, അങ്ങനെയാണ്. അപ്പം ഇതാണ് എൻ്റെ ചുരിദാർ എന്ന് പറയുന്നത്. നല്ലൊരു സെറ്റിൻ്റെ ചുരിദാർ, അതിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഗോൾഡൻ ദുപ്പട്ടയാണ് ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഓണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഇത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക വീഡിയോ മാക്സിമം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പൊന്നോണം സീരീസിൻ്റെ ചുരിദാറിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് ഇനി പൊണ്ണം സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്.